ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ സാന്ത്വനത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോയിരിക്കുന്നത്. വേറൊന്നുമല്ല, ആലോകിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാരെല്ലാരും കൂടി കോടതിയിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ അനുവും ആര്യനും ഗോമതിയും ബാലനും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വക്കീലിനെക്കാളും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് അച്യുതനും അനന്തനും കൂടി വെച്ച വക്കീലിന്. അപ്പൊ അവര് കുറച്ച് വാദവും പ്രതിവാദവും ഒക്കെ കോടതിക്ക് മുമ്പേ നടക്കുന്നുണ്ട്. ശേഷം കോടതിയിൽ സമയം ഫസ്റ്റ് കേസ് അനുവിന്റെയും അലോകിന്റെയും കേസാണ്. അപ്പൊ ആദ്യം അലോകിനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്താണ്. അതിനുശേഷം അനുവിന്റെ വക്കീലുണ്ടല്ലോ, അതായത് നമ്മുടെ അനുശ്രീയുടെ വക്കീൽ വന്നിട്ട് അലോകിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അങ്ങനെ അലോകിനോട് ചോദിക്കേണ്ട, നിങ്ങൾ ഇപ്പൊ എന്റെ കക്ഷിയായിട്ടുള്ള അനുവിനെ ബലം പ്രയോഗിച്ചിട്ട് വിവാഹം നടത്തിയെന്ന് പറഞ്ഞ നിങ്ങൾ അത് നിരസിക്കോ? നിങ്ങളും അനുവും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നിങ്ങനെ ചോദിക്കാണ്. അത് ചോദിക്കുമ്പോഴേക്കും അലോക് പറഞ്ഞ ഞാനും അവളും സ്നേഹത്തിലായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് ഗോമതിക്ക് ടെമ്പർ തെറ്റിയാണ്. അവിടെ നിന്ന് ചാടി എന്നിട്ടില്ല, പച്ചക്കള്ളം അവൻ പറയണത് എന്ന് വിളിച്ചു പോകുമ്പോഴേക്കും ജഡ്ജി പറഞ്ഞോ, ഓവർ അതെ, ഇനി ഇവിടുത്തെ ബഹളം ഉണ്ടാക്കിയതിനെ പുറത്താക്കും എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഗോമതിനെ പിടിച്ചിരുത്താണ്. ബാലന് ശേഷമാണെന്നുണ്ടെങ്കിൽ വക്കീല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ കല്യാണത്തിന്റെ തലേ ദിവസം അനു നിങ്ങളെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അനുവിന് അവിടെ നിന്ന് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ചു. അനു പുറത്തേക്കൊന്ന് നിങ്ങൾക്ക് മാപ്പ് ചോദിച്ചു. ശേഷം നിങ്ങൾ അനുവിനെ പിടിച്ച് കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ വിവാഹം മുടക്കുക എന്ന് മാത്രമേ നിങ്ങളുടെ ഉദ്ദേശം. അവളോട് നിങ്ങൾ കാണിച്ച പ്രണയം എല്ലാം തന്നെ വെറുതെ ആയിരുന്നില്ലേ? അവള് നിന്നോട് കാണിച്ച പ്രണയം യാഥാർത്ഥ്യമാണ്. പക്ഷെ നീ കാണിച്ചതോ അവളുടെ വീട്ടുകാരുടെ തീർക്കാനുള്ള ശത്രുത തീർക്കാനുള്ള ഒരു ആയുധമായിട്ട് മാത്രമാണ് അനുശ്രീനെ കണ്ടെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ നിങ്ങളത് നിഷേധിക്കോ എന്ന് ചോദിക്കണം. ആലോക് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നിഷേധിക്കും. ഞാൻ അനുവിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അത് ഈ ലോകത്ത് ആർക്കും മനസ്സിലായില്ലെങ്കിലും അനുവിനെ മനസ്സിലാവും. അവള് വേറൊരാളെ വിവാഹം കഴിക്കാൻ ഒരു ബാങ്ക് മാനേജറെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് കേട്ടപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി. അവളോടുള്ള ആത്മാർത്ഥ പ്രണയം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വിവാഹത്തിന് മുമ്പൊന്നും എനിക്ക് അവളെ കാണാനേ പറ്റില്ലായിരുന്നു. എന്റെ ഒരു അവസാന ആഗ്രഹം വിവാഹത്തിന് തലേന്ന് അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അല്ല, ഇത്രയും നാളെ പ്രണയിച്ച പെൺകുട്ടിയാണല്ലോ, അവൾക്കൊരു ബെസ്റ്റ് ഓഫിലേക്കും ഒരു ഗിഫ്റ്റും കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അതിനെ വേണ്ടിയിട്ടാണ് പുറത്തു വെച്ച് കാണണമെന്ന് പറഞ്ഞത്. മാപ്പ് പറയണമെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞില്ല. അങ്ങനെ കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. സംസാരിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് തോന്നി എന്റെ പ്രണയം യഥാർത്ഥ പ്രണയമാണെന്ന്. അവൾക്ക് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനുശ്രീ നാളെ നിന്റെ കല്യാണമല്ല അനുശ്രീ, വേണ്ട, വീട്ടുകാരെ ചതിച്ചതും കൊണ്ട് വേണ്ട. അപ്പൊ അവള് നിർബന്ധിച്ചു. എന്നെ വിവാഹം കഴിച്ചില്ല എന്നാണെങ്കിൽ അവൾ തൂങ്ങിച്ചാവോന്ന്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ കൊണ്ടുപോകുകയായിരുന്നു ഞാൻ എന്ന് അലോക് പച്ചക്കള്ളം പറയാണ്. ഇതൊക്കെ കേട്ട് അനുശ്രീയുടെ ആകെ ദേഷ്യം വരടാ, എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം വക്കീല് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ പറഞ്ഞ ഈ കഥയുണ്ടല്ലോ, അത് ആരും വിശ്വസിക്കില്ല. ഈ പറഞ്ഞ കോടതി പോലും വിശ്വസിക്കില്ല. അനുശ്രീനെ നിങ്ങൾ അവിടെ വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുക്ക് ഒരാൾ ഉണ്ടായിരിക്കണമല്ലോ എന്ന് പറയാണ്. കാരണം അനുശ്രീയുടെ മൊബൈൽ ആ സമയത്ത് അനുശ്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ അനുശ്രീനെ കോണ്ടാക്ട് ചെയ്യുന്ന പറയണത്? അപ്പൊ അലോക് കുടുങ്ങി പോകും കേട്ടോ. അനുശ്രീനെ കോണ്ടാക്ട് ചെയ്യാണ്ട് അനുശ്രീ പുറത്തിറങ്ങി വരില്ലല്ലോ. പറയൂ, നിങ്ങൾ എങ്ങനെയാണ് അനുശ്രീനെ കോണ്ടാക്ട് ചെയ്തത്? ആ സമയത്ത് അനുശ്രീയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അനുവിനെ വിളിച്ചിട്ടാണ് പുറത്തേക്ക് വരണം, കണ്ട് പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തന്നെ അത് പച്ചക്കള്ളം അല്ലേ? നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായില്ലല്ലോ. അവളുടെ മൊബൈൽ കംപ്ലൈന്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ആരുടെ മൊബൈലാണ് വിളിച്ചത്? പറ എന്ന് പറയുമ്പോ പിന്നെ അലോകിന് എന്ത് പണമെന്ന് അറിയില്ല. കാരണം അത്രയോ നേരം തന്റെ പ്രണയം ആത്മാർത്ഥമാണെന്നും അതാണെന്നും ഇതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന അലോക് പെട്ടെന്നാണ് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്. അപ്പോ വക്കീല് കോടതിയിൽ പറയണ്ട, യുവർ ഓണർ, ഈ അലോക് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അനുശ്രീയുടെ മൊബൈൽ അതിനു മുമ്പേ കംപ്ലൈന്റ് ആയിരുന്നു. അടുത്തുള്ളൊരു ഷോപ്പിൽ നന്നാക്കാൻ ഏൽപ്പിച്ചിട്ട് 2-3 ദിവസവും ആയിരുന്നു. അതിന്റെ ബില്ലും കാര്യങ്ങളും പിന്നെ ആ ഒരു സ്റ്റോറില് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പരിശോധിച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അലോക് പറഞ്ഞതല്ല പച്ചക്കള്ളമാണ്. പറയൂ, ഇനി നിങ്ങൾക്ക് എന്ത് കഥയാ പറയാനുള്ളത്? പറയൂ അലോകെ, ഇനി അടുത്ത കഥ പറയൂ. അനുശ്രീക്ക് വേറൊരു മൊബൈൽ ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു, ഒളിപ്പിച്ചു വെച്ചായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കഥ പറ. അല്ല, സാധാരണ ഇങ്ങനെ പിടിക്കപ്പെട്ടിനാ പിന്നെ അടുത്ത ആ കഥ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മൂന്നാമതൊരാള് ഈ കഥയിൽ ഉണ്ടായിരുന്നു അല്ലെ? അത് ആരാണ് ഈ മൂന്നാമതൊരാള് എന്ന് ചോദിക്കാണ്. ഈശ്വര, സുഗന്ധിച്ചിട്ട് പേര് പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ? ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്, പറഞ്ഞാലും പ്രശ്നമാണ്. പറയൂ അലോകെ, നിങ്ങളെ സഹായിച്ച ആ വ്യക്തി ആരാണ് എന്ന് ചോദിക്കാണ്. അത് ഞാൻ എന്നൊക്കെ പറയുമ്പോ പറയൂ, അങ്ങനെ ആരും സഹായിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവളുടെ മതിലിന്റെ സൈഡിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ വേറെ ആരും സഹായിച്ചിട്ടില്ല. അത് പിന്നെ മതിലിന്റെ സൈഡിൽ ഞാൻ ഇവിടുള്ള സുകന്യേച്ചിനെ കണ്ടപ്പോ അവളൊന്ന് വിളിക്കാവോന്ന് ചോദിച്ചു. അത് വേറെ ഒന്നുമില്ല എന്ന് അലോക് പറഞ്ഞു. അപ്പോഴും സുകന്യനെ പെടുത്തുന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്തുന്നില്ല. ആ രീതിയിൽ അലോകിനെ പറഞ്ഞു വെച്ചിരിക്കുക കേട്ടോ.
വെക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ സുകന്യാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ നിൽക്കാണ്. അങ്ങനെ അനുശ്രീനെ കോടതി ചോദ്യം ചെയ്യാണ്. അപ്പൊ അനുശ്രീയുടെ ഇങ്ങനെ ചോദിക്കണ്ട്, പറയൂ അന്ന് കല്യാണത്തിന് ദിവസം കല്യാണ തലേന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? അനുശ്രീ പറയണ്ട്, അലോക് പറഞ്ഞ പോലെ തന്നെ ഞാനും അലോകും പ്രണയത്തിലായിരുന്നു. പക്ഷെ ഇവൻ എന്നോട് പ്രണയിച്ച് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത തീർക്കാം, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത തീരും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഞാൻ പ്രണയിച്ചത് ഇവനാ. പക്ഷെ ഇവൻ എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രണയിച്ചത്. പിന്നെ ഇവനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചതാണ് ഞാൻ. ഫോൺ പോലും ഞാൻ തന്നെയാണ് വലിച്ചെറിഞ്ഞ ഫോൺ പൊട്ടിച്ച് അവസാനം കടയിൽ കൊടുത്തത് അച്ഛൻ. പക്ഷെ അതിനുശേഷം ഞാൻ ഇവനായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. എന്നെ ജീവൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ വന്നപ്പോഴെല്ലാം ഇവൻ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം നോക്കി കാണുമായിരുന്നു. ഇവൻ എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കോ എന്നൊരു പേടിയായിരുന്നു എനിക്ക്. അതല്ല, ആ ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. അനുസരിച്ച് നിങ്ങളെ സഹായിച്ച ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അനു പറയേണ്ട അത് വേറെ ആരുമല്ല, ധർമ്മമാവന്റെ ഭാര്യ സുകന്യാണ്, സുകന്യേച്ചിയാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഷോക്കാണ്. അപ്പൊ സുകന്യം ഈ ഒരു കേസിലുണ്ടോ എന്ന രീതിയിൽ ബാലനൊക്കെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. അപ്പൊ ആ സുകന്യ നിങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത്? ഞാനും അലോക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും സുകന്യാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യണതും സുകന്യേച്ചിയാണ്. കല്യാണത്തിന് ആ ഒരു മെഹന്തി സമയത്ത് മൊബൈൽ തന്നതും ആലോകിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മൊബൈൽ തന്നതല്ല, സുകന്യേച്ചിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ സുകന്യ ആ ഒരു കേസിലേക്ക് വന്നു പെടുവാട്ടോ. സുകന്യക്ക് എത്രമാത്രം ഈ കേസിൽ ഇത് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പൊ കേസിന്റെ വിചാരണ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജഡ്ജി പറയണ്ട ഈ കേസിന്റെ തുടർ വിചാരണ ഈ ദിവസത്തേക്കല്ല അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറയണം. അപ്പോ അങ്ങനെ കേസിന്റെ വിചാരണ മാറ്റി വെക്കുകയാണ്. അങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് അലോകിനെ അപ്പൊ ജയിലിലേക്ക് തന്നെ കൊണ്ടുവിടണമല്ലോ. അപ്പൊ അലോകിന് മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, അവളെ കൊണ്ട് അവളുടെ മനസ്സ് മാറ്റിയേ പറ്റുമെന്ന് അലോകും വിചാരിക്കുകയാണ്. അങ്ങനെ അലോക് കേസും കാര്യങ്ങളൊക്കെ ആ വിചാരണ കഴിഞ്ഞതിന് ശേഷം അനുവിനോട് പറയണ്ട, അനു എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, ഇപ്പോഴെനിക്ക് മനസ്സിലായത് നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ പ്രണയം എത്രമാത്രം അമൂല്യമാണ്, എത്രമാത്രം വിലമതിക്കാത്തതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് അനു മനസ്സിലായത്. നീ എന്നോട് ക്ഷമിക്കൂ അനു. പിന്നെ നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാൻ ഇപ്പൊ തയ്യാറാണ്. കാരണം നീ ഇപ്പൊ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നീ എന്നെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്ക് അതെന്റെ നെഞ്ചിൽ തറച്ചു കയറുന്ന പോലെയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ പോലെ നീയും ഒരു ഫേക്ക് ലവ് ആയിരിക്കും കാണുന്നതെന്നാണ് അനു ഞാൻ വിചാരിച്ചത്. നിന്റെ ഇതുപോലത്തെ യഥാർത്ഥ സ്നേഹമാണ് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് തകർത്ത് അഭിനയം കേട്ടോ. അപ്പൊ ആര്യം പറഞ്ഞിട്ട് മതി അഭിനയിച്ചത് പോവാൻ നോക്ക് എന്ന് പറയാണ്. കാരണം അലോകിനറിയാം അനുവിനെ എങ്ങനെ സെന്റിമെന്റ് ആക്കിയിട്ട് വിടാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ അനുവിനെ തളർത്തുന്ന രീതിയിൽ ആ രീതിയിൽ സംസാരിച്ചത്. കാരണം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അനു പിന്നെ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുള്ളൂ. അടുത്ത കോടതി കൂടുമ്പോൾ അനുവിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ തന്നെ ഉപയോഗിക്കണമെന്ന് അലോകിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അലോക് ആ ഒരു ഐഡിയ അനുവിന്റെ അടുത്തേക്ക് പ്രയോഗിച്ചത്. എന്തായാലും സുകന്യ എന്ന് പറഞ്ഞ കള്ളീനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഭാഗം കൂടിയാണ് ഇനി അങ്ങോട്ട് വരാൻ പോണ. തമിഴിൽ അങ്ങനെയാണ് കോടതിയിൽ വെച്ചിട്ടല്ല കണ്ടുപിടിക്കുന്നത്. ഈ അനുവിന്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ല ബാലൻ. അതിനുശേഷം ഈ സുകന്യാണ് ഇതിന്റെ പിന്നിൽ ബാലനൊക്കെ മനസ്സിലാവുന്നുണ്ട്. തമിഴിൽ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ ഇതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കാണിക്കുന്നത്, അതായത് ഇങ്ങനെ ഒരു പെണ്ണിന് നീതി കിട്ടണം എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അനുക്ക് നീതി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.